അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഈ ഒരു വീഡിയോയിൽ ഒരു 18 വയസ്സുകാരൻ്റെ മരണമുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെയൊക്കെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്താണെന്നല്ലേ, വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെയൊക്കെ നെഞ്ച് തകർന്നു പോകുന്ന ഒരു വാർത്തയും കൂടി ഇതിലുണ്ട്. വെറുതെ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല എന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. കല്യാണ പന്തലിൽ പെട്ടെന്നൊരു നിലവിളി ഉയർന്നു. എല്ലാവരും പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ വധുവായ ഡോക്ടർ ചെയ്തത് ഇന്ന് സോഷ്യൽ മീഡിയ ആകെ ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണു നിറക്കുകയും ഒരേ സമയം കൈയടിക്കുകയും ചെയ്ത ഒരു അപൂർവ സംഭവമാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ചുവന്ന പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് സർവാഭരണ വിശുദ്ധിയായി സ്വന്തം വിവാഹത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു കണ്ണൂർ പാനൂർ സ്വദേശിയായ ഡോക്ടർ ഷെറിൻ സുബൈർ. കല്യാണ ചടങ്ങുകൾക്ക് ശേഷം അതിഥികളോട് ചിരിച്ചും സംസാരിച്ചും നിൽക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത്. നിറഞ്ഞു നിൽക്കുന്ന ആളുകളായിരുന്നു ഫംഗ്ഷനിൽ. നിമിഷങ്ങൾക്കകം ആ സ്ത്രീ ബോധരഹിതയായി വീഴുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി ഓടിക്കൂടി. പക്ഷെ ആ ഒരു നിമിഷം തൻ്റെ വസ്ത്രത്തിൻ്റെ ഭാരമോ ആഭരണങ്ങളോ ഒന്നും നോക്കാതെ കല്യാണ വധു നേരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. കാരണം ആ ഒരു നിമിഷം അവൾക്ക് മുന്നിൽ ഒരു രോഗിയുണ്ടായിരുന്നു. അവളൊരു ഡോക്ടറായിരുന്നു. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന ചിന്തക്കപ്പുറം തൻ്റെ കർത്തവ്യമാണ് വലുതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഷെറിൻ എന്താണ് ചെയ്തത്? ഒന്നും നോക്കിയില്ല. പരിസരം മറന്ന് ആ സ്ത്രീ ബോധരഹിതയായി കിടക്കുന്ന ആ ഒരു യുവതിയെ ശുശ്രൂഷിക്കുകയാണ്. ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകി കൃത്യസമയത്തെ ഇടപെടൽ കൊണ്ട് അവർക്ക് ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത്. വധുവിൻ്റെ വേഷത്തിലായിരുന്നുവെങ്കിലും ആ നിമിഷം സംസാരിച്ചത് ഒരു ഡോക്ടറുടെ മനസ്സായിരുന്നു. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം. ആ ഒരു നിമിഷത്തിലും മനുഷ്യത്വം നഷ്ടപ്പെടാതെ ഒരു സ്ത്രീ മറ്റൊരാളുടെ ആരോഗ്യത്തിനും ജീവനും മുൻഗണന നൽകിയ ആ ഒരു മനസ്സിന് നമ്മളൊക്കെ എന്തു പറഞ്ഞാണ് പ്രശംസിക്കേണ്ടത്? ആ സ്ത്രീയെ ഇന്ന് എല്ലാവരും പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ആകെ. അതിനിടെ നെഞ്ച് പൊട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് ഇന്നലെയായിരുന്നു. ഈ ഒരു പൊന്നുമോൻ്റെ മരണം. എവിടെ പോയി നമ്മുടെ മനുഷ്യത്വം? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടുന്ന ആ ഒരു വാർത്ത ഈ ഒരു 18 വയസ്സുകാരൻ്റെ മരണമായിരുന്നു. റോഡിൽ ചോരയിൽ കുളിച്ച് ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നി വാഹനം നിർത്താതെ പോകാൻ? നമുക്കും കുഞ്ഞുങ്ങളില്ലേ? നമ്മുടെ മക്കളും ഒരു നാൾ ഇതേ റോഡിൽ യാത്ര ചെയ്യേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയോ? ഒരു 18 വയസ്സുകാരൻ ജീവിതം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പഠന സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകേണ്ട പ്രായം. വീട്ടിൽ തിരിച്ചെത്താൻ വൈകുമ്പോൾ അവൻ്റെ ഉമ്മ കാത്തിരിക്കുമായിരുന്നു, സഹോദരങ്ങൾ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ആ ദിവസം ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ജീവനുള്ള ഫർഹീനയല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെ തകർത്ത ആ ഒരു ദുരന്ത വാർത്തയായിരുന്നു. എല്ലാവരുടെ കുടുംബത്തിലും സംഭവിക്കാം ഇതുപോലെ. പ്രിയപ്പെട്ടവരെ, വടകര കോഴിക്കോട് ദേശീയപാതയിൽ കോരപ്പുഴ പാലത്തിന് സമീപം നടന്ന അപകടത്തിൽ ചെങ്ങോട്ടുകാവ് സ്വദേശിയായ ഫർഹീൻ മുഹമ്മദ് എന്ന പൊന്നുമോൻ, 18 വയസ്സുകാരൻ, ആ ഒരു പൊന്നുമോനാണ് ജീവൻ നഷ്ടമായത്. പുറത്തു വരുന്ന വാർത്തയാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ട ഈ ഫർഹീൻ എന്ന പൊന്നുമോൻ റോഡിൽ വീണു കിടക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് ആ ഒരു പൊന്നുമോൻ സഹായത്തിനായി കാത്തുകിടക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 20 മിനിറ്റോളം ആ റോഡരികിൽ ചോരയിൽ വാർന്ന് കിടന്നിട്ടും നിരവധി വാഹനങ്ങൾ അതുവഴി കടന്നുപോയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതുവഴി കടന്നുപോയ ഒരൊറ്റ കുട്ടിക്ക് പോലും മനുഷ്യത്വം എന്നത് ഇല്ലായിരുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ ജീവനും മരണത്തിനും ഇടയിൽ കിടക്കുമ്പോൾ നമ്മളിൽ പലർക്കും അതുവഴി എങ്ങനെ കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്നതാണ് ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നത്. അയാൾ നമുക്ക് പരിചയമില്ലാത്ത ആളായിരിക്കാം, പക്ഷെ അയാൾക്കും ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ഒരു ഉപ്പ ഉണ്ടായിരുന്നു, സഹോദരങ്ങളും പെങ്ങളും ഉണ്ടായിരുന്നു. അവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
എന്തൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ കേട്ടത്. ചോര വാർന്നൊലിച്ചാണത്രേ ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയത്. മരണമെന്നുള്ളത് പടച്ചിറപ്പിൻ്റെ കലാവ് തന്നെയാണ്. പക്ഷെ ഒരാളെ കൊലക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് ഒരു കൊല ചെയ്തതുപോലെയായിരിക്കും. നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യൻ സഹായം തേടി കിടക്കുമ്പോൾ ഇതിലിടപെട്ടാൽ പ്രശ്നമാകുമോ, നമ്മുടെ സമയം നഷ്ടമാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറരുത് നമ്മളാരും. കാരണം ഇന്ന് റോഡരികിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് മറ്റാരുടെയോ മക്കളാണ്. നാളെ അത് നമ്മുടെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഒരു വാഹനം നിർത്തിയിരുന്നെങ്കിൽ, ഒരാൾ ഓടിയെത്തിയിരുന്നെങ്കിൽ, അടിയന്തരമായി സഹായം ആ കുഞ്ഞിന് ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരുന്നേനെ. ആ ഒരു ചോദ്യമാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നാളെ ഇതേ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞ് റോഡരികിൽ കിടക്കുമ്പോൾ മറ്റുള്ളവരും ഇതുപോലെ കടന്നുപോയാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഉത്തരമുണ്ടാവില്ല. മനസാക്ഷിയുള്ളവർക്കാർക്കും ഇതിനുത്തരമുണ്ടാവില്ല. ഇനി ഒരാളും നമ്മുടെ മുന്നിൽ സഹായത്തിന് തേടി കിടക്കുമ്പോൾ കണ്ണടച്ചു പോകരുത് പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് വിഷയവും ഞാൻ ഒന്നിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നമുക്കൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒരു കല്യാണ പെണ്ണാണ് ആ ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന ഇടയിൽ ആ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്. ഒന്നും നോക്കിയില്ല ഞാൻ കല്യാണ പെണ്ണാണോ എന്ന് പോലും ആ ഒരു സ്ത്രീ ചിന്തിച്ചില്ല. അതാണ് മനുഷ്യത്വം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൊന്നുമോന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഫർഹീൻ എന്ന ഈ ഒരു പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോൻ്റെ ഖബർ നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പുറത്ത് റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أحيا ربيع القلب شهر المولد كل الآلام بذكر مولد أحمد جاءت لمولده الشريف بشائر وخواريق العادات ليلة